ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മളുടെ നാടൻ അവിൽ വിളയിച്ചത്. ഒരു പക്ഷേ ഇതെല്ലാവർക്കും ഒക്കെ അറിയാവുന്നൊരു റെസിപ്പി ആയിരിക്കും, എന്നാൽ അറിയാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല നാടൻ അവിൽ വിളയിച്ചത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 400 ഗ്രാം അവിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങയുടെയൊക്കെ ക്വാണ്ടിറ്റി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. കറുത്ത എള്ള്, വെള്ള എള്ളാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു 8-10 കാഷ്നട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസിൻസ്, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂണ് ചുക്ക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ പഞ്ചസാരയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 5 ഏലക്കായും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി നമുക്ക് അവിൽ വിളയിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയിലേക്ക് 2 സ്പൂൺ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ കാഷ്നട്ടും റൈസിൻസും അതുപോലെ തന്നെ കടലപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ നെയ്യിലിട്ട്. അതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വലിയ ടൈമൊന്നും എടുക്കില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് വരാം. നമ്മളുടെ കാഷ്നട്ടും കടലയൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവം മതി, ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കണ്ട. ഇനി അടുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരി എടുത്തുള്ളൂ. എനിക്ക് മുന്തിരിങ്ങ അത്ര ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ, അതൊന്നും വിഷയമില്ല. അടുത്തത് നമുക്ക് എള്ള് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതായത് ഇപ്പോൾ എള്ളും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യുടെയൊക്കെ ക്വാണ്ടിറ്റി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നെയ്യൊക്കെ നല്ലതുപോലെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ അവിൽ വിളയിച്ചതിന്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ ശർക്കര പാനി നമുക്കിനി ഇതൊരു 1 നൂൽ പരുവാകുന്ന 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമുക്കിത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ശർക്കര പാനി 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. കണ്ടോ, ഒരു നൂല് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്കിത് ഒരു 2 മാസത്തോളമൊക്കെ ഇത് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി തേങ്ങയിൽ ഈ ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുക്കും അതുപോലെ തന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഈ സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോഴും ചേർത്താൽ മതി. ഞാനിപ്പോൾ ഏലക്ക ചതച്ചെടുത്തത് കൊണ്ടാണ് പഞ്ചസാരയുടെ കൂടെയിട്ട് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിമിലിട്ടിട്ട് അവിൽ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ അവിൽ ആ ചൂട് കൊണ്ടിട്ട് പൊടിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിൽ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തീ കത്തിക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ റൈസിൻസും എള്ളും കടലയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. നമ്മളുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ശർക്കര പാനി കാച്ചുന്നതിലാണ് ആ പരുവം ഇരിക്കുന്നത്. അത് കറക്റ്റ് പരുവത്തിന് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 2 മാസം വരെ കേടുകൂടാതെ സൂക്ഷിച്ച്
വെക്കാൻ പറ്റും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചിരുന്നാൽ 2 മാസം വരേക്ക് ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അവിൽ വിളയിച്ചതൊക്കെ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാര കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ പഞ്ചസാര ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് തൂകി കൊടുത്തിട്ട് ഇതെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്നത്തേന്നും ഇത് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. അതാകുമ്പോൾ നമ്മളുടെ അവിലൊക്കെ നന്നായിട്ട് ആ ശർക്കരയായിട്ട് നല്ല ബ്ലെൻഡായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.